റെസിസ്റ്റൻസ് എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു മിനി MCF എന്ന് പറഞ്ഞാൽ തൽക്കാലം ഇവർ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഈ പാഴ്വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു കൂട് പോലെ കണ്ടിട്ടുണ്ട്. അതാണ് മിനി MCF. അത് വെച്ചാൽ തീയിട്ട് കളയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ കാര്യം ആലോചിക്കണ്ടല്ലോ. അവിടെ നിന്ന് ഇന്ന് വന്നിട്ടുള്ള മാറ്റം എന്താ? മിനി MCFൻ്റെ എണ്ണം 3 ഇരട്ടി കൂടി 22,000 കണ്ടെയ്നേഴ്സ് കൊണ്ടുവന്നില്ല. അതെ, കണ്ടെയ്നർ MCF എന്ന് പറഞ്ഞാൽ അത് കൊച്ചി നഗരത്തിൽ ഒരിക്കലും നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഇത് ബ്രഹ്മപുരത്തിന് ശേഷം ആണ് പറഞ്ഞത്. ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കണ്ടെത്തിയ പോംവഴിയാണ് കണ്ടെയ്നറുകൾ MCF ആക്കി മാറ്റുക. എന്നിട്ട് മനോഹരമായി ഈ RLV കോളേജിലെ കുട്ടികളൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ടോ ഒരു വലിയ രസകരം, പെട്ടെന്ന് റോഡ് സൈഡിൽ മുഴുവൻ കണ്ടെയ്നേഴ്സ് വന്നു. ഈ റോഡിൻ്റെ നഗരത്തിനകത്തും പെയിന്റ് ചെയ്ത കണ്ടെയ്നേഴ്സ് വന്നു. അപ്പോൾ ഇതെന്തിനാണെന്ന് കണ്ടെയ്നർ അങ്ങനെ നമ്മൾ സാധാരണ കാണാറില്ല. ഈ പോലും നമ്മുടെ കോളനികൾക്കുള്ളിൽ പോലും അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് ഈ വേസ്റ്റ് ഇവർ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്, അത് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയല്ലേ മനസ്സിലത്? അതെ, അത് ഈ വേസ്റ്റ് നേരത്തെ കൊച്ചിയിലൊക്കെ സ്ഥിതി എന്തായിരുന്നു? ചാക്കിൽ കെട്ടിയിട്ട് KJക്കും ഹരീഷിനും അറിയാതിരിക്കുന്ന ചാക്കിൽ കെട്ടിയിട്ട് റോഡ് തൊക്കത്ത് സൂക്ഷിക്കലായിരുന്നു. അത് പിന്നെ മറിഞ്ഞു വീഴും, അത് പകുതി തുറന്ന് പുറത്ത് ചാടും, ഇങ്ങനെയൊക്കെ ആയിരുന്നു സ്ഥിതി. ഇപ്പോൾ ഇത് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുകയാണ്. 91 കണ്ടെയ്നർ MCF കൊണ്ടുവന്നു. കൊച്ചിയിൽ എവിടെ സ്ഥലം ഇത് MCF വെക്കാൻ എന്നൊക്കെ ചോദിച്ചവർക്ക് നമ്മൾ വളരെ ലളിതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തി. ഇപ്പോൾ ആ പ്രശ്നം അവിടെ വരുന്നില്ല. അതിനേക്കാൾ വലിയ പ്ലാന്റുകൾ ഇപ്പോൾ നോക്കൂ. കേരളത്തിലെ ആദ്യത്തെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ബ്രഹ്മപുരത്ത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബ്രഹ്മപുരം തീപിടുത്തുണ്ടായപ്പോൾ 12 ദിവസം തീ ആളിക്കത്തിയതിനൊപ്പം വിവാദങ്ങൾ ആളിക്കത്തി. പ്രൈം ടൈം ചർച്ച, തലക്കെട്ട്, ലീഡ് എല്ലാം ഉണ്ടായിരുന്നു. നിയമസഭയിൽ അടിയന്തര പ്രമേയം. തീ അണഞ്ഞു, പുകയടങ്ങി, ശ്വാസം കിട്ടി. എല്ലാവരും അത് മറന്നു. സർക്കാർ മാത്രമേ മറക്കാതിരുന്നുള്ളൂ. സർക്കാർ കൂടി മറ്റെല്ലാവരും മറന്ന കൂട്ടത്തിൽ മറന്നിരുന്നെങ്കിൽ ബ്രഹ്മപുരം പഴയതുപോലെ നിൽക്കുമായിരുന്നു. കേരളവും കൊച്ചി അതുപോലെ തന്നെ നിൽക്കുമായിരുന്നു. ആ മാറ്റം ഉണ്ടായി. ആദ്യത്തെ CBG പ്ലാന്റ് വന്നു. പിന്നെ 6 പ്ലാന്റുകൾ കൂടി വരാം. അമൽ നീരത് മമ്മൂട്ടിയെ കൊണ്ട് ബിഗ് ബിയിൽ പറയിച്ച കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് ഭരിച്ചു മാറ്റി കൊടുത്തു. ഓർമ്മയുണ്ടാവും, അന്നത്തെ ഹാഷ്ടാഗ് എന്തായിരുന്നു? ഐ കാൺ ബ്രീത്ത്സ്, കൊച്ചി വിടുന്നു എന്നുള്ളതായിരുന്നു. കൊച്ചി വിടുന്നു, ഞാൻ കൊച്ചി വിടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ വന്നു. ആർക്കും കൊച്ചി വിടേണ്ടി വന്നില്ല. കൊച്ചി മാറി. കൊച്ചി മാത്രമല്ല, ഒപ്പം കേരളവും മാറി. ഒരു പ്ലാന്റ് പൂർത്തിയായി. ഒരു പ്ലാന്റ് ഇപ്പോൾ 2 മാസം കൊണ്ട് പൂർത്തിയാവും. ബാക്കി 5 പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പോകുന്നു. 49 ചിക്കൻ റെൻഡറിങ് പ്ലാന്റ് വന്നു. കോഴി മാലിന്യം എന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അത് പുറമെ റിജക്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത്, അത് സംസ്കരിക്കാനുള്ള 8 RDF പ്ലാന്റ്, അത്രേ ആവശ്യമുള്ളൂ കേരളത്തിന്, വന്നു. മുഴുവൻ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കാൻ ആവശ്യമായ 4 റീജിയണൽ പ്ലാന്റുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 6 മാസം കൊണ്ട് അവ പൂർത്തിയാക്കും. അതോടുകൂടി 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ സാനിറ്ററി വേസ്റ്റും സംസ്കരിക്കാനുള്ള ശേഷി നമ്മൾ കൈവരിക്കുന്നു. അപ്പോൾ ഇത്രയും ഇത് നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഒരു പ്ലാന്റ് ഒരു സ്ഥലത്ത് സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, അത്രയും മുന്നേറ്റം നമുക്ക് ദ്രവമാലിന്യ സംസ്കരണത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ശ്രീലാൽ പറഞ്ഞത് നമ്മൾ ഏറെക്കുറെ പൂർണ്ണത കൈവരിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ എല്ലാ പൂർണ്ണത കൈവരിച്ചു. ഞാൻ KJ പറഞ്ഞ ഈ സ്മാർട്ടുമായി ബന്ധപ്പെട്ട റെസിസ്റ്റൻസിൻ്റെ കാര്യമാണ്. അതിനു മുമ്പ് ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ സംസാരിക്കുന്നതിനും അടുത്ത സമയത്ത് എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരാൾ, ഈ മേഖലയുമായി നല്ല വൈദഗ്ധ്യമുള്ള ഒരാൾ പറഞ്ഞത്, ഈ ട്രാൻസ്പോർട്ട് മാഫിയ ഇത് കഴിഞ്ഞ് 1 മാസത്തിനകം കൊച്ചിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഹരീഷും KJയും ഒക്കെ അവിടെ ഉണ്ട്. അതായത് അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഈ പറഞ്ഞ ജൈവമാലിന്യങ്ങൾ ട്രാൻസ്പോർട്ട് മാഫിയ വാങ്ങുന്നു. 20,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളത് ചട്ടപ്രകാരം അവിടെ തന്നെ ഉറവിടത്തിൽ സംസ്കരിക്കേണ്ടത്. എന്ന് വെച്ചാൽ അപ്പാർട്ട്മെൻറ്റുകളിൽ ഹരിതകർമ്മസേനയല്ല ശേഖരിക്കേണ്ടത്. പക്ഷേ ട്രാൻസ്പോർട്ട് മാഫിയ അവിടെ രൂപപ്പെട്ടു. ഇത് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഇത് ചെയ്യുമ്പോൾ കൊച്ചി നഗരസഭയുടെ ഒരു പിന്തുണ വളരെ പ്രധാനപ്പെട്ടതായിരുന്നില്ല. ഈ ഭരണമാറ്റം അത് തൃപ്പൂണിത്തറയാവട്ടെ, തൃക്കാക്കരയിലെ UDF, അപ്പുറത്ത് വീണ്ടും UDF, മുൻപുണ്ടായിരുന്നൊരവസ്ഥയിലേക്ക് മാറപ്പെടുമോ എന്നൊരാശങ്ക മന്ത്രിക്കുണ്ടോ? ആളുകൾ പറയുന്നു ട്രാൻസ്പോർട്ട് മാഫിയ. തീർച്ചയായിട്ടും ആ പറഞ്ഞത് വളരെ ശരിയായ നിരീക്ഷണമാണ്. കാരണം എന്താണെന്നറിയോ, ഈ കൊച്ചിയിൽ മാലിന്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെള്ളാനയായിരുന്നു ഇതിനർത്ഥം. മാലിന്യ പ്രശ്നം ശാസ്ത്രീയമായി പരിഹരിക്കപ്പെടാതിരിക്കേണ്ടത് അത് ചിലരുടെ ആവശ്യമായിരുന്നു. കോടികൾ ഇതിൻ്റെ ബ്രഹ്മപുരത്ത് കൊണ്ട് തള്ളുക, ചിലവില്ലല്ലോ. ബ്രഹ്മപുരത്ത് കൊണ്ടുപോയിട്ട് തള്ളുക എന്നതായിരുന്നു സ്ഥിതി. അപ്പോൾ അതിന് ലോറികളിൽ കൊണ്ടുപോവാണ്. ട്രാൻസ്പോർട്ട് മാഫിയ എന്ന് പറഞ്ഞാൽ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അന്ന് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് കോർപ്പറേഷൻ LDF ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കോർപ്പറേഷൻ ഭരണം പ്രധാനമാണല്ലോ.
ആ മാഫിയയെ ശക്തമായി കൈകാര്യം ചെയ്തിട്ട് തന്നെയാണ് ഈ മാറ്റങ്ങളുടെയൊക്കെ ഭയങ്കര റെസിസ്റ്റൻസ് എന്തിനുണ്ടായിരുന്നു അറിയാമോ? ബ്രഹ്മപുരത്ത് CBG പ്ലാന്റ് കൊണ്ടുവരുന്നതിനുണ്ടായിരുന്നു. ബ്രഹ്മപുരത്ത് ബയോമൈനിങ് പൂർത്തിയാക്കരുതെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പൂർത്തിയാക്കിയാൽ പിന്നെ അവിടെ കൊണ്ട് തള്ളാൻ പറ്റില്ല. പൂർത്തിയാക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രഹ്മപുരം മുഴുവൻ വീണ്ടെടുത്തല്ലോ. 9 ലക്ഷം മെട്രിക് ടൺ മാലിന്യം ഉണ്ടായിരുന്നിടത്ത് ഇനി അവശേഷിക്കുന്നത് 3.5 ടണ്ണേ ഉള്ളൂ. വെറും 3.5 ടണ്ണേ ഉള്ളൂ. 2 ആഴ്ച കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ആ മാറ്റം ഉണ്ടായി. ഇനി ആർക്കും അവിടെ തള്ളാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പ്രശ്നത്തെ സർക്കാർ വേറെ ചില കാര്യങ്ങൾ ചില നഗരസഭ പറഞ്ഞു. ട്രാൻസ്പോർട്ട് മാഫിയയുടെ മടങ്ങി വരവിനെ സർക്കാർ ശ്രദ്ധിക്കുമോ? വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കും. ഇനി പഴയതിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിനെയൊക്കെ ശക്തമായിട്ട് കൈകാര്യം ചെയ്യും. ഇപ്പോൾ തൃക്കാക്കരയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് നേരത്തെ ആ വ്യത്യാസം കാണാം. കൊച്ചിയിൽ LDF ഭരണസമിതി, അപ്പുറത്ത് UDF മുനിസിപ്പാലിറ്റി. കൊച്ചി നഗരസഭയേക്കാൾ സമ്പന്നമാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി. പക്ഷേ ഏറ്റവും നിഷേധാത്മകമായ സമീപനം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്നുള്ളത്. ആ വ്യത്യാസം അവിടെ അറിയാമെന്നർത്ഥം. എന്നുവെച്ചാൽ ഒരു നഗരത്തിൻ്റെ രണ്ട് റോഡിൻ്റെ അപ്പുറം നോക്കിയാൽ വ്യത്യാസം അറിയാമായിരുന്നു. അതിപ്പോൾ കൊച്ചിയെയും ബാധിക്കുമോ എന്നുള്ള ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് സർക്കാർ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ അവധി ദിനങ്ങളിൽ ഞാനിപ്പോൾ ഇന്ന് കണക്ക് നോക്കിയപ്പോൾ അവധി ദിനങ്ങളിൽ തീർപ്പാക്കിയ ഫയലുകൾ 3.5 ലക്ഷത്തോളം വരും. അവധി ദിനം, ഓണോ, വിഷു, തിരുവാതിരയോ, സെക്കൻഡ് സാറ്റർഡേയോ, ഞായറാഴ്ചയോ ഏതോ ആവട്ടെ, ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ദീപാവലി ദിനത്തിൽ ഈ ആലത്തൂരിനടുത്തുള്ള കാവശ്ശേരി പഞ്ചായത്തിൽ കല്യാണം നടന്നപ്പോൾ വധൂവരന്മാർ കല്യാണ പന്തലിൽ നിന്ന് ഓൺലൈനായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചു. പന്തൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തു സർട്ടിഫിക്കറ്റ്. അത് ഞാനൊന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് അതിൻ്റെ അടിയിൽ വന്ന് എഴുതിയത് ഇത് മന്ത്രിയുടെ PR-ന് വേണ്ടിയിട്ട് അവധി ദിവസം ഈ പാവപ്പെട്ട പഞ്ചായത്ത് ജീവനക്കാരെ കൊണ്ട് ഓഫീസ് തുറന്ന് ചെയ്യിപ്പിച്ചതാണെന്നാണ്. ഇവർക്ക് അറിയുന്നില്ല ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു മൊബൈൽ ഫോൺ കൊണ്ടു നടക്കാവുന്നൊരു സാധനമാണെന്നുള്ളത്. അതിന് അവർ വന്ന് പൂട്ടും താക്കോലുമായിട്ട് വന്ന് തുറന്ന് അവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല. ഒരു പാസ്വേഡ് മതി. ഒറ്റ പാസ്വേഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒറ്റ ക്ലിക്കിൽ അകത്ത. അത് ഇങ്ങനെ ഭയങ്കര തമാശയുണ്ട് കേട്ടോ. ഈ കേസ്മാർട്ട് വന്ന ശേഷം 1 കോടിയിലധികം ഫയൽ വന്നു. 1 കോടിയിലധികം ഫയൽ കൈകാര്യം ചെയ്തു. വന്ന അപേക്ഷ 1 മണിക്കൂറിൽ തീർപ്പാക്കിയത് അന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ 10 ലക്ഷമായിരുന്നു. ഇപ്പോൾ 24 ലക്ഷമായിട്ടുണ്ട്. 1 മണിക്കൂറിനകം തീർപ്പാക്കിയത്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഭയങ്കര ട്രോളും പരിഹാസമായിരുന്നു. ഒരു ട്രോൾ എന്തായിരുന്നു? AI ഉപയോഗിച്ചുള്ള ട്രോളാണ്. ഞാനിങ്ങനെ ഇരിക്കുന്നു, എൻ്റെ മേശപ്പുറത്ത് ആകാശമുട്ട എഴുത്തിൽ ഫയല്, ഞാൻ ഓരോന്ന് വലിച്ചിട്ട് ഒപ്പിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു സാമൂഹിക മാധ്യമത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്വാൻ്റെ ഒരു $1 ബില്യൺ ചോദ്യം ഉണ്ടായിരുന്നു. ഈ മന്ത്രി പറയുന്നു 10 ലക്ഷം ഫയൽ 1 മണിക്കൂർ കൊണ്ട് തീർപ്പാക്കി. അപ്പോൾ ഒരു ഫയൽ ഒപ്പിടാൻ ഈ മഹാൻ എത്ര മില്ലി സെക്കൻഡ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നാണ്. ഇവർ ധരിക്കുന്നത് ഇപ്പോഴും മന്ത്രി ഇരുന്ന് അങ്ങനെ ഒപ്പിട്ട് അതെ ഇരുന്ന് തീർക്കുകയാണ് എന്നാണ് ധരിക്കുന്നത്. കേരളത്തിൽ വന്ന മാറ്റം എന്താണെന്നുള്ളത് ഒരു ധാരണയില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ധാരണയില്ലാത്ത ഈ മാതിരി മനുഷ്യർക്കൊപ്പം സർക്കാർ സഞ്ചരിച്ചില്ല എന്നുള്ളതാണ് ഒരു വലിയ നേട്ടം. തീർച്ചയായിട്ടും സർക്കാർ ഇതിനൊക്കെ ഒപ്പം ചുറ്റി തിരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം ഒരു സമ്മർദ്ദങ്ങളുടെയോ റെസിസ്റ്റൻസിൻ്റെയോ മുമ്പിൽ സർക്കാർ കീഴടങ്ങിയില്ല. സർക്കാർ ഈ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി അതിനൊപ്പം ആളുകളെ അണിനിരത്താൻ കഴിഞ്ഞു.